ദുബായ് എന്താണെന്നോ ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എന്താണെന്നോ അറിഞ്ഞുകൂടാത്തവന്മാരാണ് ഇപ്പോൾ വന്ന് പറയുന്നത് ഈ ഒരു വാർ കാരണം ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ക്രാഷ് ആവും, ദുബായിൽ ഇനി ആരും പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്നില്ല, ഇവിടെ മേടിച്ചവരൊക്കെ വിറ്റിട്ട് നാട്ടിൽ പോകണമെന്ന്. അങ്ങനെയുള്ളവന്മാരോടാണ് എനിക്കിത് കാണിക്കാനുള്ളത്. ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ദുബായിലെ തന്നെ ടോപ്പ് ടിയർ ഡെവലപ്പറാണ് ഇംതിയാസ്. അവർ ജബലലിയിൽ പ്ലോട്ട് മേടിച്ചേക്കുന്നതാണ് ഏകദേശം $544 മില്യൺ മേടിച്ചേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഏകദേശം 5100 കോടി വരും. ഇത്രയും വലിയൊരു ഡെവലപ്പർ, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അത് ദുബായിൽ ചെയ്യണമെങ്കിൽ, അതും ഇതൊരു ഡെവലപ്പറാണ്, അതുകൊണ്ട് തന്നെ ഇവർ അതിനകത്ത് കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യാനുള്ള ഒരു ഡെവലപ്പറാണ്. അവർ എത്രത്തോളം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ശരിയാണ്, ഈ ഒരു വാറും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ദുബായുടെ ഫണ്ടമെന്റൽസ്, മെയിൻ സ്ട്രക്ചർ, നട്ടലൊന്നും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. വേറൊന്നുമല്ല, ഇവിടുത്തെ റെറ, DLD, എസ്ക്രോ അക്കൗണ്ട്, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോർ കാര്യങ്ങളാണ്. അതെല്ലാം ഇപ്പോഴും ഇവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും വലിയൊരു ഡെവലപ്പർ, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ദുബായിൽ, അതും ഈ ഒരു ക്രൈസിസ് ടൈമിൽ ചെയ്യണമെങ്കിൽ എത്രത്തോളം ആൾക്കാർ ദുബായെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഡെവലപ്പേഴ്സ് ബാക്ക് ചെയ്യുന്നുണ്ട് ദുബായെ. നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഒരു വാർ കാരണം ദുബായ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒരിക്കലും കൊളാപ്സ് ആവാൻ പോകുന്നില്ല. ചെറിയ ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ വരും, അല്ലാതെ മാർക്കറ്റിന് മൊത്തത്തിൽ ക്രാഷ് ആവുന്ന ഒരു ടൈം അല്ല ഇത്. ഫ്ലക്ച്വേഷൻ ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അറിയണം, അല്ലെങ്കിൽ ദുബായ് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തേരാം.